നമ്മുടെ നാടാകെ ഇത്തിരി വൈകാരികമായി കാണുന്നൊരു വിഷയമാണല്ലോ വയനാട് ഫണ്ട്. ഞാനത് മുൻപ് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് ചെയ്തത്. സാധാരണ നിലയിൽ ഒരു പാർട്ടി ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് കോൺഗ്രസ് ചെയ്തത്. അപ്പോൾ അത് സംബന്ധിച്ച് ആവർത്തിച്ച് നുണ പറയുകയാണ്. എത്ര നുണകൾ പറഞ്ഞു. പിരിച്ച ഫണ്ട് മുഴുവൻ പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് കുറെ കൂടി വലിയ നേതാവ് പറഞ്ഞത് ഒക്കെ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്. പിരിച്ച പൈസക്ക് സ്ഥലം വാങ്ങി എന്നല്ലേ പറഞ്ഞത്. 5 കോടിക്ക് സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് രേഖകൾ വന്നത്. 3,20,00,000 അങ്ങനെ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓരോ തവണയും കളവ് പറയുക. ഇതിലെ പ്രശ്നം മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് പണം വാങ്ങി, ദുരന്തത്തെ വിറ്റു കാശാക്കി, ഒരു ദുരന്തം വരാൻ കാത്തിരിക്കുന്നു പണമുണ്ടാക്കാൻ. എത്ര വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിപ്പോ തുടങ്ങിയതല്ല. കോൺഗ്രസ് പിരിച്ച ഒരു ഫണ്ട് സംബന്ധിച്ച് അതിന്റെ കണക്ക് ചോദിച്ചത് ഏത് ഘട്ടത്തിലാണ്? കോൺഗ്രസ് പിരിച്ച ഒരു ഫണ്ടിനെ കുറിച്ച് ഞങ്ങൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് കണക്ക് ചോദിക്കുന്നതാണോ? അല്ല. ഞങ്ങൾക്ക് അങ്ങനെ കണക്ക് ചോദിക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ഉണ്ടാവില്ലല്ലോ. പ്രളയം വന്നു, 1000 വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, നമ്മൾ കേട്ടതല്ലേ. 1000 വീട് നിർമ്മിച്ചു കൊടുക്കും. എത്ര കോടി പിരിച്ചു? ഒരൊറ്റ വീട് വെച്ച് കൊടുത്തോ? ഈ ചോദ്യം അന്ന് ഉയരേണ്ടതാണല്ലോ. KPCC പ്രസിഡന്റ് മാറിയപ്പോ പറഞ്ഞു 1000 വീട് വെച്ച് കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല, ഒരു 500. ഒറ്റ വാക്കിൽ 500 വീട് പോയി. അത് പിന്നെ 0 ഒറ്റ വീട് വെച്ച് കൊടുത്തില്ല. അത് കഴിഞ്ഞു വരുന്ന ദുരന്തമാണ് വയനാട് ദുരന്തം. അപ്പൊ ദുരന്തം കാത്തിരിക്കുകയാണ്, ഒരു അവസരം എന്ന പോലെ. ദുരന്തത്തെ പണമുണ്ടാക്കാനുള്ള അവസരമായി കാണുക. ദുരന്തം വരുമ്പോൾ സാധാരണ മനുഷ്യരെല്ലാം സഹായിക്കണമെന്ന ചിന്തയിലേക്ക് എത്തും. എന്നാൽ കോൺഗ്രസ് എത്തുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ്. അത് പ്രളയകാലത്തേതുപോലെ വയനാട് ദുരന്ത കാലത്തും ആവർത്തിച്ചു, ഹീനമായി ആവർത്തിച്ചു. വലിയ വിമർശനം ഉയർന്നു വന്നപ്പോൾ വാസയോഗ്യമല്ലെന്ന വിമർശനമുള്ള 3 ഏക്കർ ഭൂമിയോ മറ്റോ വാങ്ങി എന്ന് പറയും. അവിടെ 230 വീട് വെക്കാൻ കഴിയുമോ? ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്തൊരു തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. 3 ഏക്കർ ഭൂമിയിൽ 230 വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? അവിടെ ഒരു തറക്കല്ലിട്ടു. ആ കല്ലിന്റെ മുകളിൽ ഇനി ഒരു കല്ല് വരില്ല എന്ന് കോൺഗ്രസിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ കേൾക്കുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. തൊട്ടു മുൻപ് തട്ടിക്കൂട്ടിയ ഒരു കണക്ക് അവതരിപ്പിക്കും കണ്ണിൽ പൊടിയിടാൻ. അത് പരിശോധിച്ച് വരുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മോഷണം മനുഷ്യത്വഹീനമാണ്, മനുഷ്യരായി പിറന്നവർ ചെയ്യാത്തതാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില ആലോചനകളൊക്കെയാണ് നടത്തുന്നത്. ഇന്ന ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, പിരിച്ച പൈസ കഴിഞ്ഞു എന്നും ഭംഗ്യം തരാണ് പറയുകയുണ്ടായി. അപ്പോ ഇങ്ങനെയുള്ള പല നാടകങ്ങളും നമുക്ക് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള നീക്കമാണ്. എന്താണത്? ഞങ്ങൾ മാത്രമല്ല മോഷ്ടാക്കൾ, എല്ലാവരും മോഷ്ടാക്കളാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. CPIM ഫണ്ട് പിരിച്ചില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇതാ വെബ്സൈറ്റ് കാണിച്ചില്ലേ. സാധാരണ ഇങ്ങനെയൊന്നും മനുഷ്യർ ചിന്തിക്കാത്തതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, അത്രമാത്രം നിലയില്ലാ കയത്തിലായി ഈ കോൺഗ്രസ്. ജീവന്റെ അവസാന കണിക നിലനിർത്താൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ കച്ചി തുരുമ്പിൽ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് കോൺഗ്രസിന്റെ കൈ പൊള്ളുകയുള്ളൂ. എന്താ കാരണം? വയനാട് ദുരന്തമുണ്ടായപ്പോൾ CPIM ദുരിതാശ്വാസ ഫണ്ട് പിരിച്ചില്ല എന്നത് ശരി. ഏത് CPIM? CPIM കേരള ഘടകം. ഇവിടെ നേരിട്ട് ഫണ്ട് ശേഖരിക്കേണ്ട, CPIM കൂടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ജനങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിക്കാം എന്ന് തീരുമാനിച്ചു. എല്ലാ CPIM പ്രവർത്തകരും ഭവന സന്ദർശന സ്ക്വാഡുകളായി പോയി ഓരോ വീട്ടിലും കടയിലും കയറി ഇറങ്ങി ഈ മഹാദുരന്തത്തിൽ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാർ പ്രവർത്തനത്തെ പിന്തുണയ്ക്കണം, CMDRF-ലേക്ക് സംഭാവന ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു. ഒരു കാലത്തും ഇല്ലാത്ത സംഭാവന കിട്ടിയില്ലേ CMDRF-ൽ? അത് CPIM-ന്റെ കൂടി പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്.